ശമ്പള വർധനവിനും ബോണസിനുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ തൊഴിലാളികൾ പണിമുടക്കിൽ. വിദേശ സർവീസുകൾ വൈകുന്നു, കാർഗോ നീക്കവും പ്രതിസന്ധിയിൽ. ചർച്ചയിലൂടെ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാക്സ് കരാർ തൊഴിലാളികളാണ് സമരം തുടരുന്നത്. ശമ്പള വർധനവിനും ബോണസിനുമാണ് പണിമുടക്ക്. 2.5 വർഷമായി ശമ്പള വർധനവില്ലെന്നും ബോണസ് തരുന്നില്ലെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഇപ്രാവശ്യം ഈ ചർച്ച വേജ് റിവിഷൻ്റെ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ 5 മാസമായി. ബോണസ് ചർച്ച കഴിഞ്ഞ മാസമാണ് തുടങ്ങിയത്. റീജിയണൽ ലേബർ ഓഫീസറിൻ്റെ മുമ്പിൽ മുമ്പിലായിരുന്നു ചർച്ച നടക്കുന്നത് എപ്പോഴും. അപ്പോൾ കഴിഞ്ഞ 6-ാം തീയതി ചർച്ച ഉണ്ടായിരുന്നു. അത് ഫെയില്യൂർ ആണെന്ന് റീജിയണൽ ലേബർ ഓഫീസർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായ വേതനവും ബോണസും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചത്. അത് മാനേജ്മെൻറ്റിനെ അറിയിച്ചു. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് INTC, BMS, CITU അങ്ങനെ 3 ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടന്നതും ഈ സമരം ഇപ്പോൾ സംഘടിപ്പിക്കുന്നതും. അതേസമയം പണിമുടക്കിൽ രാവിലത്തെ വിദേശ സർവീസുകൾ അടക്കം വൈകി. കാർഗോ നീക്കത്തിലും വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിദേശത്തേക്കുള്ള വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കെട്ടിക്കിടക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേയ്സ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയത്. പുലർച്ചെയുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കാർഗോ നീക്കം നടന്നത്. ഈ വിമാനത്തിലേക്ക് 6 ജീവനക്കാർ ചേർന്ന് 23 ടൺ സാധനങ്ങൾ കയറ്റി അയച്ച ശേഷം 3 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. അതേസമയം മറ്റ് ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന വിദേശ സർവീസുകളിൽ ലഗേജ് ക്ലിയറൻസിൽ തടസ്സമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.